പത്തനംതിട്ട നഗരഹൃദയത്തിലൂടെ കടന്നുപോകുന്ന കണ്ണങ്കര തോട്ടിൽ മാലിന്യ നിക്ഷേപം. പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് പുറകു ഭാഗത്ത് തോട്ടിലും തോടിന്റെ തീരത്തുമായാണ് വൻതോതിൽ മാലിന്യ നിക്ഷേപം. മാംസാവശിഷ്ടങ്ങൾ ചാക്കിൽ കെട്ടി ഇവിടെ തള്ളുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പെരുമ്പാമ്പ് ചത്ത് മാലിന്യക്കൂട്ടത്തിനിടയിൽ കിടന്നിരുന്നു. കണ്ണങ്കര തോട്ടിൽ മാലിന്യ നിക്ഷേപം തടയാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ ആ പ്രദേശത്ത് നിന്ന് ചേരുകയാണ്. പ്രവീൺ, ഈ നഗരപ്രദേശത്തൊക്കെ ഇങ്ങനെ എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണ്. ഇതെന്താണ് നഗരസഭ ഇടപെടാത്തത്? ആരുടെ ഭാഗത്താണ് വീഴ്ച? റോഷ്നി, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും പുറകുവശത്താണ്. അതിൻ്റെ അതിർത്തി എന്നുള്ളത് ഞാൻ ഈ നിൽക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഒരു വശം എന്നുള്ളത് കണ്ണങ്കര തോടാണ്. ഇത് പത്തനംതിട്ട നഗരഹൃദയത്തിൽ കൂടി ഏകദേശം ഈ ഭാഗത്ത് തന്നെ 1.5 കിലോമീറ്ററിലധികം നീളത്തിൽ കടന്നു പോകുന്ന ഒരു തോടാണ്. ഇപ്പോൾ ഒരു ദൃശ്യം നാം പ്രേക്ഷകർക്കായി കാണിച്ചു തരാം. ഈ തോട്ടിൽ ഒരു പെരുമ്പാമ്പിൻ്റെ അവശിഷ്ടം, അത് ചത്ത് കിടക്കുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. ഇത് ദിവസങ്ങളായി ഇവിടെ കിടക്കുകയാണ്, അത് അഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ദുഃഖപൂർണ്ണമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്, ഈ വെള്ളം ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ ഒഴുകി അച്ഛൻ കോവിൽ നദിയിലേക്കാണ് ചെന്നുചേരുന്നത്. നമുക്കറിയാം, വേനൽക്കാലമാണ്. പമ്പ് ഹൗസുകളെല്ലാം നിലനിൽക്കുന്നത് അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ്. ആ നദിയിലെ വെള്ളം പമ്പ് ചെയ്താണ് വിവിധ ഗ്രാമങ്ങളിലേക്ക് ആ കുടിവെള്ളത്തിനായി എത്തിക്കുന്നത്. അങ്ങനെയുള്ള നദിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചെറിയ കൈത്തോട്ടിൽ ഒരു പെരുമ്പാമ്പ് ചത്തുകിടക്കാൻ അഴുകി തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. അത് മാറ്റാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു വസ്തുത. ഇതിൻ്റെ കുറച്ചുകൂടി മുൻവശത്തേക്ക് നാം കണ്ടു കഴിഞ്ഞാൽ ഇത് തോടാണെന്ന് തോന്നുകയില്ല. കാരണം ആ കുപ്പികളും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അറവുശാലയിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം ഈ തോട്ടിൽ നിരത്തി ഇട്ടിരിക്കുകയാണ്. ഇത് പോലീസിന്റെയും ഒപ്പം തന്നെ അധികാരികളുടെയും ഒക്കെ മൂക്കിന് താഴെയാണ് എന്ന് ഓർക്കണം. കാരണം പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ അതിർത്തിയാണ് ഇത്. ബോർഡ് വെച്ച ഒരു സ്ഥലം പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഇതിലിപ്പോൾ ആ വെള്ളം പോലും കാണാൻ പറ്റുന്നില്ല. അതെ റോഷ്നി പറഞ്ഞത് ശരിയാണ്. കാരണം ഒന്ന്, ഇവിടെ മാലിന്യ നിക്ഷേപം രാത്രികാലങ്ങളിൽ നടത്തുമ്പോൾ ഇവിടെ വേണ്ടത്ര നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും ഒരു ലോഡ് മാലിന്യവുമായി ഇവിടെ വന്ന് നേരെ ഈ തോട്ടിലേക്ക് വലിച്ചെറിയാം, ആരും പിടികൂടുകയില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഈ തോട് നിറഞ്ഞ് മാലിന്യങ്ങൾ കിടക്കുന്നത്. ഇപ്പോൾ പൊതുപ്രവർത്തകൻ മുഹമ്മദ് റാഷിദ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ എന്താണ് ഒരു പരിഹാരമാർഗം? അതായത് കുറേ നാളുകളായിട്ട് ഇത് നഗരത്തിൻ്റെ ഹൃദയമാണ്. കണ്ണങ്കരത്തോട് എന്ന് പറയുമ്പോൾ തന്നെ ഈ തോട് പോകുന്നത് ഈ നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തോട് പോകുന്നത്. ഈ ഹൃദയഭാഗത്തോട് പോകുന്ന തോടിലാണ് നമുക്കറിയാം, കഴിഞ്ഞ 4-5 ദിവസമായിട്ട് പെരുമ്പാമ്പ് ചത്തഴുകയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ തൊട്ടടുത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൊട്ടിഘോഷി ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡിൽ കൊണ്ട് മറുവശത്ത് ഇവിടെ മാലിന്യമുക്ത കേരളമാണ് പത്തനം മുനിസിപ്പാലിറ്റി എന്ന് പ്രഖ്യാപിച്ചിട്ട് 2 ദിവസം പോലും ആയിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് നാപ്കിൻ കൊണ്ടും മാംസ വേസ്റ്റ് കൊണ്ടും മത്സ്യ വേസ്റ്റ് കൊണ്ടും ഇവിടെ മനുഷ്യർക്ക് ഉപയോഗിക്കാം. ഇതറിയാം, ഈ തോട് പോയി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തോട് പോയി പതിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആറായ അച്ചൻകോവിലാറാണ്. വെറും 1 കിലോമീറ്റർ പോലും ഈ തോട് ഒഴുകേണ്ടി വരുന്നില്ല. ഈ 1 കിലോമീറ്റർ പോലും ഒഴുകായി തോട് ഈ ആ അച്ചൻകോവിലാറിനെ ആശ്രയിച്ചാണ് പത്തനംതിട്ട നഗരത്തിലെ മുഴുവൻ കുടിവെള്ള പദ്ധതികളുള്ളത്, വാട്ടർ അതോറിറ്റി മുഴുവൻ പദ്ധതികളുള്ളത്. ആയിരക്കണക്കിന് കുടുംബങ്ങളും ജനങ്ങളും കുടിക്കുകയും കുളിക്കുകയും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് അച്ചൻകോവിലാറ്. ആ സംവിധാനത്തെയാണ് ഇത്തരത്തിൽ മനുഷ്യന് 1 കിലോമീറ്റർ അടുത്ത് നിന്ന് പോലും ഇതിൻ്റെ അടുത്തേക്ക് പോലും വരാത്ത ദുർഗന്ധം വമിക്കുന്ന കേന്ദ്രമായി മാറിയിട്ട് പോലും യാതൊരുവിധ അധികൃത ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് വസ്തുത. റോഷ്നി, ഇപ്പോൾ ഗ്രാമീണ മേഖലകളിൽ നാം പൊതു ടാപ്പുകളിൽ നിന്നും ഒപ്പം തന്നെ കുടിവെള്ള കണക്ഷനൊക്കെ വീടുകളിലുണ്ട്. ഒരുപക്ഷെ നാം ആ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ തോടുകളിൽ നിന്നുള്ള വെള്ളം കൂടിയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതെന്ന് ഒരുപക്ഷെ സാധാരണക്കാർ ചിന്തിക്കില്ല. കാരണം ഇതൊക്കെ കാണാമറയത്തുള്ള ഭാഗങ്ങളാണ്. അതായത് നമുക്കിതിൻ്റെ പരിസര പ്രദേശങ്ങൾ കാണാം, കാട് മൂടിയ നിലയിലാണ്. ഒരുപക്ഷെ ഈ നഗരസഭ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ വരുന്ന ഒരു യാത്രക്കാരൻ പോലും ഇവിടെ ഇങ്ങനെ തോടുണ്ടെന്നോ ഇവിടെ ഇത്രമാത്രം മലിനമായി കിടക്കുകയാണെന്നോ ഒരു പെരുമ്പാമ്പ് ഇവിടെ ചത്തു കിടക്കുകയാണെന്നോ ആരും അറിയുന്നില്ല. ഒരുപക്ഷെ അത് അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു മാനസിക വിഷമവും ഈ വെള്ളമൊക്കെ ആണല്ലോ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും ഇതിൽ ഒരു പരിഹാരം എന്താണ്? നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്കൊക്കെ എന്താണ് ഒരു പരാതി ഇക്കാര്യത്തിലുള്ളത്? ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വളരെ വിഷമം ഉണ്ടാവുകയാണ്. കാരണം ഈ വെള്ളം അളിഞ്ഞ ഈ പെരുമ്പാമ്പിൻ്റെ വെള്ളമാണല്ലോ നമ്മൾ കുടിക്കുന്നത് എന്ന് ഓർത്താണ് നമ്മൾ ഇത്രയും ദുഃഖിതനാവുന്നത്. ഈ പത്തനംതിട്ട നഗരത്തിൻ്റെ വിവിധ വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന ഈ തോട് അവസാനിക്കുന്ന അച്ചൻകോവിലാർ, അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത്
പിന്നെ കുടിവെള്ളമായിട്ട് മാറുന്നതാണ് ഈ പ്രദേശം, ഈ വെള്ളം ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റുകളും അടിഞ്ഞുകൂടി ഇത് നേരെ ഒഴുകി പോകുന്നത് ആറ്റിലേക്കാണ്. ആറ്റിലെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ഈ അളിഞ്ഞ വെള്ളം കുടിക്കേണ്ട അവസ്ഥ ഗതികേട് ഓർത്ത് സത്യം പറയാൻ എനിക്ക് ഒരു കണ്ണിൽ കൂടി വിഷമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. റോഷ്നി, ഇപ്പോൾ ഈ വശം കൂടി കാണിക്കാം. അതായത് ഈ ഭാഗത്താണ് കണ്ടില്ലേ, പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിരന്ന് കിടക്കുന്നത് കാണാം. ഇവിടെ ധാരാളം യാത്രക്കാരെയൊക്കെ കാണാം. അവിടെ നിന്ന് കേവലം മീറ്ററുകൾ മാത്രം മാറിയാണ് ഈ തോട് കടന്നു പോകുന്നത്. പക്ഷേ അവിടെ നിൽക്കുന്ന ആളുകൾക്കൊന്നും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗത്തേക്കൊന്നും ആളുകൾ അധികം വരാറില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഈ സാമൂഹ്യ വിരുദ്ധർക്കും ഒപ്പം തന്നെ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കും ഒരു ധൈര്യമാകുന്നത്. ഈ ഭാഗത്ത് രാത്രി കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നിരീക്ഷണ സംവിധാനവുമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു വാഹനം ഇവിടെ കൊണ്ടിട്ട് നേരെ മാലിന്യം നിക്ഷേപിക്കാം. ദാ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിന്ന് വളരെ വളരെ ഈസി ആയിട്ട് തന്നെ ഈ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിക്കാം. ഇവിടെ പോലും ഇങ്ങനെ മാലിന്യം ഇട്ടിട്ടുണ്ട്. ഇത് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡാണ് എന്നോർക്കണം. അതിൻ്റെ ഒരു ഓരത്താണ് ഇങ്ങനെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ മാലിന്യം തന്നെയാണ് അത് ഒലിച്ച് ഈ നദി ഈ തോട്ടിലേക്കും ഒപ്പം തന്നെ നേരിട്ട് തോട്ടിലേക്കും മാലിന്യ നിക്ഷേപം നടത്തുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അധികാരികൾ അടിയന്തരമായി ഇടപെടണം എന്നൊരാവശ്യമാണ് റോഷ്നി ഇപ്പോൾ പൊതുപ്രവർത്തകരും ഒപ്പം തന്നെ പ്രദേശവാസികളായിട്ടുള്ള എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായും പ്രവീൺ, ഗുരുതരമായ ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും പ്രേക്ഷകരിലേക്ക് പ്രവീൺ പുരുഷോത്തമൻ എത്തിച്ചത്.